നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഈ കൃഷിയിടങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തിരുന്നതാണോ അതേ സ്വന്തമായ കൃഷിയിടങ്ങളിൽ നിന്ന് വന്ന പ്രൊഡക്ട്സ് ആണോ? 2007-8 എൻ്റെ ഓർമ്മ. കേരളത്തിലെ സുഭാഷ് പലേക്കറാണ് പ്രകൃതി കൃഷിയുടെ പ്രചാരകൻ. അന്ന് അദ്ദേഹം പ്രകൃതി കൃഷി എന്നായിരുന്നില്ല പറഞ്ഞത്, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ വന്ന ആദ്യത്തെ ക്ലാസ് പാലക്കാട് ഞാനും ഹസ്ബൻഡ് ഹിലാലും ഒക്കെ കൂടെ അറ്റൻഡ് ചെയ്യുക. അന്ന് എൻ്റെ മോക്കിപ്പോൾ അന്നൊരു വയസ്സേ ഉള്ളൂ, അയാൾക്ക് ഇപ്പോൾ 18 വയസ്സാകാറായി. അപ്പോൾ അതിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ഈ പശുവിനെ, അതായത് നാടൻ പശുവിനെ ചാണകം ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൃഷി ചെയ്യാം എന്നുള്ള ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ, എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി എൻ്റെ തോട്ട്സ് എല്ലാം പുള്ളിയിൽ നിന്നും വന്നതാണ്. പുള്ളി പറഞ്ഞു, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ പിന്നെ അവരുടെ ആരോഗ്യത്തിന് ആണ് നമ്മൾ മുൻ ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞങ്ങളുടെ മക്കളെ ആരെയും അന്ന് ഞങ്ങൾ സ്കൂളിലും വിട്ടിട്ടില്ല, സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ നാടോടികളെ പോലെ എന്താണ്, നല്ല ഭക്ഷണം, നല്ല വായു, നല്ല വെള്ളം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു, നമുക്ക് നല്ല ഭക്ഷണമാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ശുദ്ധമായതൊന്നും വേറൊരിടത്തുനിന്ന് കിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് കൃഷിയിലോട്ട് വരുന്നത്. അത് 2019 നമ്മൾ കൃഷി തുടങ്ങി. അന്ന് ഇതുപോലെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് തന്നെ നെല്ലിലാണ്. നെൽകൃഷി ആരംഭിച്ചു. വളരെ കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ അതിനൊരു ജനപ്രീതി വന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും പത്രമാധ്യമങ്ങൾ അതിന് വലിയൊരു പ്രചരണം കൊടുത്തു. അതായത് വിഷമില്ലാത്ത കൃഷി, അങ്ങനെ തന്നെയാണ് ഞങ്ങളും പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ, എൻ്റെ ഓർമ്മയിൽ 2010 തോന്നുന്നു, 10-11 കാലയളവിൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് ആദ്യമായി ഒരു അരിമേള നടത്തി. അരിമേള എന്ന് പറഞ്ഞ് തന്നെയാണ് നടത്തിയത്. 100 രൂപയ്ക്ക് 1 കിലോ അരി വിറ്റത്. അന്ന് 100 രൂപയ്ക്ക് അരി വിൽക്കാൻ ഒരു ധൈര്യം ഞങ്ങൾ കാണിച്ചു. കാര്യം ഈ പ്രകൃതി കൃഷിയും അല്ലെ കീടനാശിനി വിമുക്ത കൃഷി ചെയ്തു വരുന്ന ഉൽപ്പന്നത്തിന്റെ വാല്യൂ അന്നും 100 രൂപയിൽ അധികമുണ്ട്. പക്ഷെ 100 രൂപയ്ക്ക് അത് പ്രസന്റ് ചെയ്തു ഞങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് യുവ കർഷകരെ കൂട്ടിക്കൊണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത കൃഷിയുടെ ഉൽപ്പന്നം ഞങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചു. അത് ആൾക്കാർ വന്ന് വാങ്ങി. അപ്പോഴാൾക്കാർ ചോദിച്ചു, അപ്പം ഞങ്ങൾ കഴിക്കുന്നതൊക്കെ വിഷമുള്ളതാണോ? ആണ് എന്ന് പറഞ്ഞു. ഓ, അത് ശരി, അപ്പം നിങ്ങൾ വിഷമില്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ അതിൻ്റെ രീതി എന്ന് ചോദിച്ചു. അന്നാണ് നമ്മൾ വ്യാപകമായി കൃഷി തുടങ്ങുന്നത്.